ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇനി വരാനിരിക്കുന്ന, അതായത് ഈ ഒരാഴ്ചയിലെ വിശേഷമായിട്ടാട്ടോ ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ഒരു ലൈക്കും കൂടെ നമ്മുടെ വീഡിയോയ്ക്ക് കൊടുത്തിട്ട് ഈ വീഡിയോ കാണാൻ വേണ്ടി പരമാവധി ഒന്ന് ശ്രമിക്കണേ. അപ്പോൾ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം അല്ലേ. അങ്ങനെ നമ്മുടെ രേവതിയും സച്ചിയും ഇനി നേരിടാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ നമ്മുടെ ശ്രുതിയുടെ കള്ളത്തരം ഉടനെ പൊളിയുവോ, അതിനോടൊപ്പം ചന്ദ്രമതിയുടെ ഈ അഹങ്കാരവും അതുപോലെ തന്നെ രേവതിയോടുള്ള ഇഷ്ടക്കേട് അവസാനിക്കുവോ, നമ്മുടെ ശ്രുതിയെ തിരിച്ചറിയുവോ, രേവതിയാണ് ആ വീട്ടിൻ്റെ ഐശ്വര്യം എന്ന് നമ്മുടെ ചന്ദ്ര തിരിച്ചറിയുന്ന ദിവസം ഇനി എന്നാണ് എന്നൊക്കെ അറിയാനുള്ള ഒരു ആകാംക്ഷയുണ്ട് നിങ്ങൾക്ക് എന്ന് എനിക്കറിയാം. ഏതായാലും കഥ ഇപ്പം നല്ലൊരു അടിപൊളിയായിട്ട് തന്നെയാണ്. ഇടയ്ക്ക് നമുക്ക് ഇച്ചിരി ബോറിംഗ് ആണെങ്കിലും ഇപ്പം അടിപൊളിയായിട്ട് മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. അപ്പം പറഞ്ഞ് ബോറാക്കുന്നില്ല കേട്ടോ, ഞാൻ വിശേഷത്തിലേക്ക് തന്നെ കിടക്കുകയാണ്. അപ്പം ഞാൻ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു പ്രമോ വിശേഷം. അതിൽ ഞാൻ ഏകദേശം കുറച്ച് കാര്യങ്ങൾ, അതായത് തിങ്കളാഴ്ച വരാൻ പോകുന്ന കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഇന്നും നാളെയും വിശേഷം ഇല്ല കേട്ടോ. അപ്പം തിങ്കളാഴ്ച വരാൻ പോകുന്നതാണ് ആ പ്രമോ വിശേഷമേ. നമ്മുടെ ശ്രുതിയും സുധിയും കൂടി ചേർന്നിട്ട് ഒരു ചെറിയ കള്ളത്തരം ഒപ്പിക്കുകയാണ്. നേരത്തെ ഇവർക്ക് ഡീലിങ്സ്, അതായത് ഒരു ബിസിനസ് ഡീലിങ്സ് ഒക്കെ കൊടുത്തല്ലോ. അപ്പം അങ്ങനെ ഒരു സാർ വന്നല്ലോ. അപ്പം പുള്ളിക്കാരൻ ഒരു ആഡ് ചെയ്യുന്നുണ്ട്. അതിലെ പരസ്യത്തിൽ അഭിനയിക്കാൻ ഒരു കുടുംബം വേണം. അപ്പം നല്ലൊരു കുടുംബത്തെ വേണം അവർ സെലക്ട് ചെയ്യാനായിട്ട്. അങ്ങനെ നമ്മുടെ ശ്രുതിയുടെയും കുടുംബത്തെ അയാൾ സെലക്ട് ചെയ്യുകയാണ്. നമ്മുടെ ശ്രുതിക്കാണെങ്കിൽ ഇപ്പം കുറേ ഡീലിങ്സ് ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. കുറേ ബിസിനസ്സുകാർ ഇങ്ങോട്ട് വിളിച്ച് അപ്രോച്ച് ചെയ്യുന്നുണ്ട്. അപ്പം ഇതൊക്കെ വലിയ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ശ്രുതി കാണുകയും, ശ്രുതി ഭയങ്കര ആളാണ്, ശ്രുതി വലിയ ബിസിനസ്മാൻ ആകുന്നൊക്കെ ഒരു ഓവർ കോൺഫിഡൻസോട് കൂടിയ മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പം ഈ പുള്ളിക്കാരൻ്റെ വിളി വന്നപ്പോഴത്തേക്കും ഇപ്പം കൊള്ളാമല്ലോ. ഇപ്പോൾ ഒരു ആടിൽ അഭിനയിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ലക്ഷം രൂപ, ഒന്നല്ല 2 ലക്ഷം രൂപ കിട്ടും. അപ്പം പക്ഷെ ഒരു കാര്യമുണ്ട്, അയാൾ പറഞ്ഞു കുടുംബം മുഴുവൻ വേണമെന്ന്. അപ്പം അങ്ങനെ നമ്മുടെ ശ്രുതിയും പോയി സമ്മതിപ്പിച്ചെടുത്തു. രേവതിനെയും സച്ചിനെയും അതുപോലെ തന്നെ ചന്ദ്രനെയും എല്ലാവരെ കൊണ്ട് സമ്മതിപ്പിച്ചെടുത്തു. ഈ ഒരു ഷൂട്ടിംഗ് നടക്കുന്നത് വേറെ എവിടെയല്ല, നമ്മുടെ ശ്രുതിയുടെ കടയിലുമാണ്. അപ്പോൾ ശ്രുതി പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്താണ്? ശ്രുതി പറഞ്ഞു വെച്ചിരിക്കുന്നത് നമ്മുടെ കടയുടെ പരസ്യമാണ്, അപ്പോൾ പൈസയൊന്നും കിട്ടത്തൊന്നുമില്ല, നമ്മുടെ കടയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണെന്നാണ്. അപ്പോൾ ഇവർ ഓർക്കുന്നു, ഓക്കെ, ശ്രുതിക്കൊരു നല്ല കാര്യം അല്ലെങ്കിൽ നല്ല കാലം വരുന്നത് കുടുംബക്കാർക്ക് ഇഷ്ടപ്പെടാതിരിക്കുമോ, പരസ്യത്തിൽ അഭിനയിക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും സമ്മതിച്ച് പരസ്യത്തിലൊക്കെ അഭിനയിച്ചു. ആ പരസ്യത്തിൻ്റെ ഇടയിൽ കുറച്ച് മച്ചറയൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഒരാൾ അവിടെ ഷൂട്ടിങ്ങിന് അതായത് ഷൂട്ട് ചെയ്യാൻ വരുന്ന ആളാണെങ്കിൽ നമ്മുടെ രവീന്ദ്രനോട് അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ, സാർ അഭിനയിക്കുന്നത് ശരിയല്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ സച്ചിക്ക് കലി വരികയും അവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എങ്കിലും വളരെ നല്ല രീതിയിൽ തന്നെ ആ പരസ്യം എടുത്തു. പക്ഷേ അതിനിടയിൽ നമ്മുടെ സച്ചിയും രേവതിയും വർഷയും ശ്രീകാന്തും ചന്ദ്രയും രവീന്ദ്രനൊക്കെ അറിയുന്നുണ്ട് 2 ലക്ഷം രൂപ മേടിച്ചിട്ടാണ് നമ്മുടെ ശ്രുതി പരസ്യം ചെയ്യുന്നതെന്ന്. അപ്പോഴേക്ക് ഇവർ സഹിക്കുമോ? ഇവരങ്ങോട്ട് തുടങ്ങിയില്ലേ. നമ്മുടെ ശ്രുതി ഇതൊക്കെ കണ്ടിട്ട് മിണുങ്ങസ്യാന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പം ശ്രുതിക്ക് പറ്റിയ കെട്ടിയം തന്നെയാണ് നമ്മുടെ ശ്രുതി എന്ന് പറയുന്നത്. 2 പേരും എവിടെ പൈസ വീഴുന്നോ അവിടെ മലനടിച്ച് വീഴും. കക്കാനും മോഷ്ടിക്കാനും കള്ളത്തരം പറയാനും പറ്റിയ ചക്കിക്കൊത്ത ചങ്കരൻ. അപ്പം അങ്ങനെ ഇവരിത് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് സച്ചിൻ രേവതിയും വർഷയും ശ്രീകാന്ത് സഹിച്ചില്ല. അത് പറ്റത്തില്ല, ഞങ്ങളെ കൊണ്ട് വെറുതെ അഭിനയിച്ചിട്ട് നിങ്ങൾ 2 ലക്ഷം രൂപ എടുക്കാനോ സമ്മതിക്കത്തില്ല. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഏതായാലും ഞങ്ങൾക്കും വേണം, അതിൻ്റെ പങ്ക് ഞങ്ങളും അഭിനയിച്ചാണ്, ഞങ്ങൾക്കും വേണമെന്ന്. അപ്പം നമ്മുടെ രവീന്ദ്രന് പറഞ്ഞു, അത് ശരിയാണല്ലോ, ഇവർ കഷ്ടപ്പെട്ട് അഭിനയിച്ചതല്ലേ, നീ വെറുതെ എന്തിനാടാ ശ്രുതി കള്ളം പറയുന്നത്? അപ്പം പറഞ്ഞു, അയ്യോ ഞാൻ കള്ളം പറയുന്നൊന്നും അല്ലെന്നേ, അവര് പറഞ്ഞത് പൈസ തരൂലെന്നാ, ഇപ്പോഴവർ പൈസ തരാമെന്ന് പറയുന്നതെന്നൊക്കെ പറഞ്ഞു ഉരുണ്ട് കളിച്ചപ്പോഴത്തേക്കും നമ്മുടെ സച്ചു പറഞ്ഞു, പിന്നെ അവന് ഉരുണ്ട് കളിക്കുന്ന അച്ഛാ എന്ന് പറയുമ്പോഴത്തേക്കും എന്ത് ചെയ്താൽ നമ്മുടെ ശ്രുതി സമ്മതിക്കുന്നില്ല, അതിപ്പോൾ അവരങ്ങനെ പറയുന്നതാണ്, പക്ഷെ അവർ നേരത്തെ അങ്ങനെ എന്നോട് പറഞ്ഞിട്ടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിളിച്ചപ്പോഴത്തേക്കും ഏതായാലും ഇപ്പം പറഞ്ഞില്ലേ, ഇപ്പം പറഞ്ഞു 2 ലക്ഷം രൂപ, എന്നാൽ പിന്നെ ഒരാൾക്ക് 25,000 രൂപ വീതം അഭിനയിച്ചല്ലോ, ഒരാൾക്ക് 25,000 രൂപ വേണം, അത് ഉറപ്പായിട്ടും 25,000 രൂപ വീതം ഞങ്ങൾക്കും വേണമെന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ആ ഒരു 2 ലക്ഷത്തിൻ്റെ ഷെയർ എല്ലാവർക്കും വീതിച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥയായിട്ട് വരുന്നത്. നമ്മുടെ ശ്രുതിയും അങ്ങനെ വൻ നഷ്ടത്തിൽ തന്നെ പോവുകയാണ്. 2 ലക്ഷം രൂപ ഒറ്റയടിക്ക് വിഴുങ്ങാന്ന് വിചാരിച്ചവർ എന്ത് ചെയ്യാനാ, 25,000 രൂപ വീതം എല്ലാവർക്കും വീതിച്ചു കൊടുക്കേണ്ടി വരുന്നു. അപ്പം അങ്ങനെ ഇങ്ങനെയൊക്കെ പോവുകയാണ്, ഒരു പ്രശ്നമൊക്കെ ഇല്ലാതെ രേവതി സച്ചിയൊക്കെ പോവുകയാണ്. ഈ 25,000 രൂപ കിട്ടി അവനവൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പോൾ അതിനിടയിൽ നമ്മുടെ സച്ചിക്ക് കുറച്ച് പെൻഡിങ് ഉണ്ട്, കുറച്ച് ബാധ്യതകളുണ്ട്, 5 ലക്ഷം രൂപ ഉണ്ടാക്കിയതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സച്ചിക്ക് വണ്ടിയുടെ ആ ഒരു CC അടയ്ക്കാൻ പറ്റിയില്ല, ഫിനാൻസ് അടയ്ക്കാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ രേവതി അത് അടച്ചു.
അപ്പോൾ രേവതി അടച്ചു. സച്ചി നേരെ ഷോറൂമിലല്ല, ഈ ഫിനാൻസറുടെ അടുത്ത് ചെന്നപ്പോഴത്തേക്കും അത് ഒരു ആൾ വന്ന് അടച്ചല്ലോ എന്ന് പറഞ്ഞപ്പം പേരെന്താന്ന് ചോദിച്ചപ്പോൾ രേവതി എന്നാ പേരെന്ന് പറഞ്ഞപ്പം നമ്മുടെ രേവതി അവിടെ നിപ്പുണ്ട്. അപ്പോൾ രേവതിയോട് പറഞ്ഞ് സച്ചി ചോദിച്ചു, എന്തിനാ നീ ഇപ്പോൾ ഈ 25,000 രൂപ ഉണ്ടാക്കി അടച്ചതെന്ന് ചോദിച്ചപ്പോൾ 25,000 അല്ല, എത്ര രൂപ? അപ്പം പറഞ്ഞ് സച്ചേട്ടാ എനിക്ക് ശ്രുതിയും പൈസ തന്നായിരുന്നല്ലോ, അതാ സച്ചേട്ടാ ഞാനെടുത്ത് അടച്ചതെന്ന് പറഞ്ഞപ്പം അതിൻ്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു നിനക്ക്? എൻ്റെ പൊന്ന് രേവതി, അത് നിന്റെ ചെലവിനുള്ളതല്ലേ, നീ അഭിനയിച്ചതല്ലേ, അത് നിന്റെ ചെലവിനല്ലേ, ഇതിപ്പോൾ ഞാൻ അടച്ചോളാം, നിനക്ക് അതിൻ്റെ കാര്യം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അതൊന്നും വേണ്ട സച്ചേട്ടാ, എനിക്ക് എന്ത് ചിലവ്, എനിക്കൊരു ചിലവുമില്ല, അത്യാവശ്യം എനിക്ക് പൂവൊക്കെ വിറ്റ് പൈസയൊക്കെ കിട്ടുന്നുണ്ട്, സമ്പാദിക്കുന്നുണ്ട്, എൻ്റെ കാര്യങ്ങളൊക്കെ തട്ടിമുട്ടിയും പോകുന്നുണ്ട്, അതുകൊണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല സച്ചേട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് രവീന്ദ്രൻ വരുന്നത് നമ്മുടെ ആരുടെ സച്ചിയുടെ പൈസ അടയ്ക്കാനായിട്ട്. ആരൊക്കെയാണല്ലേ നമ്മുടെ സച്ചിയുടെ പൈസ അടയ്ക്കാനായിട്ട്? അതിൻ്റെ കൂടെ മഹേഷ് ബെസ്റ്റ് ഫ്രണ്ടേ മഹേഷും. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ സച്ചിക്ക് ഭയങ്കര സന്തോഷമാണ്. സച്ചി പറഞ്ഞു, എന്താ അച്ഛാ ഇത്, അച്ഛനും രേവതിയും എടാ മഹേഷ് നീയും ഒക്കെ എന്നെ സഹായിക്കാനുള്ളപ്പം എന്തൊരു സന്തോഷമാണ് ഈ ജീവിതം, എന്ത് നല്ലൊരു ഫ്രണ്ട്, അതുപോലെ നല്ലൊരു ഭാര്യ, നല്ലൊരു അച്ഛൻ, എനിക്ക് വേറെ ആരും വേണ്ട, നിങ്ങളൊക്കെ തന്നെ മതി, എൻ്റെ ഒരു ഭാഗ്യമേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഏതായാലും നമ്മുടെ രവീന്ദ്രൻ്റെ കയ്യിൽ നിന്ന് പൈസയൊന്നും സച്ചി മേടിക്കുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിയുമ്പോഴത്തേക്കുമാണ് നമ്മുടെ ചന്ദ്ര അവിടെ ഭാമയുടെ അടുത്ത് പോയി നിൽക്കുകയാണ്. അപ്പം ചന്ദ്ര ഭാമയുടെ അടുത്ത് പോയി നിൽക്കുമ്പോഴത്തേക്കും അവിടെ രേവതി പൂ വിൽക്കാനായിട്ട് വരുന്നുണ്ട് ചന്ദ്രയുടെ ഭാമയുടെ വീട്ടിൽ. അപ്പോൾ പൂ അങ്ങോട്ട് നമ്മുടെ ഭാമ ചോദിച്ചിരുന്നു. അപ്പോൾ പൂ നമ്മുടെ ഭാമയ്ക്ക് കൊടുക്കാനായിട്ട് രേവതി വരുന്നു. അപ്പോൾ അവിടെ ചന്ദ്ര ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ രേവതിനെ അങ്ങോട്ട് ആക്ഷേപിക്കുവാണ്, അടിച്ചമർത്തുവാണ്. നിനക്ക് വേറെ പണിയില്ലായിരുന്നു എൻ്റെ പൊന്നു ഭാമ, ഇവളുടെ കയ്യിൽ നിന്ന് നിനക്ക് പൂ കിട്ടത്തുള്ളൂ, വേറെ എവിടെ നിന്നൊക്കെ നിനക്ക് പൂ കിട്ടും, നിനക്ക് ഇതിൻ്റെ വല്ല കാര്യം ഉണ്ടോടി എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കുമാണ് നമ്മുടെ ഭാമ പറഞ്ഞു, അതിനിപ്പോൾ എന്താ, അവൾ നന്നായിട്ട് പൂ കിട്ടും, മാത്രമല്ല 1 മുഴം പൂവെന്ന് പറയുമ്പോൾ അവൾ 1.5 മുഴം പൂവൊക്കെ എനിക്ക് തരുന്നത് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ 1.5 മുഴം പൂവ്, വേറെ പണിയില്ലേ നിനക്കെന്ന് പറയുമ്പോൾ, എടി നിന്റെ മരുമകളായോണ്ടല്ലേ എടി നീ ഇങ്ങനെയൊക്കെ പറയുന്നത്, അവൾ പൂ കെട്ടുന്നത് എന്ത് വൃത്തിയായിട്ടാണെന്ന് അറിയാമോ, അടിക്കുക ബാക്കിയുള്ളവരുടെ കയ്യിൽ നിന്ന് പൂ മേടിക്കുമ്പം ദേ ഇത്ര അകന്നകന്നാ പൂ ഇരിക്കുന്നത്, ഇത് നിറച്ച് പൂവുണ്ട്, ഭംഗിയുണ്ട്, അതുപോലെ തന്നെ വാടാൻ അവളുണ്ടാക്കുന്ന പൂ പെട്ടെന്ന് വാടത്തൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും മതി നിർത്ത്, നിനക്ക് എന്ത് പറഞ്ഞാലും രേവതി നീ കുറെ പൊക്കുന്നുണ്ട്, നിർത്തിക്കോളാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും ഭാമ പിന്നൊന്നും മിണ്ടിയില്ല. അപ്പോഴത്തേക്കുമാണ് നമ്മുടെ ഭാമ എങ്ങാണ്ട് മേളിൽ തുണി എങ്ങാണ്ട് വിരിക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പം ഒന്ന് പോയി എടുത്തോണ്ട് വരട്ടെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു, നീ അങ്ങോട്ടാ ഈ തുണി എടുക്കാൻ പോകുന്നത്, രേവതി ഇവിടം വരെ വന്നില്ലേ, എടി രേവതി പോയാൽ തുണി എടുത്ത് കൊടുത്തേന്ന് പറഞ്ഞു. രേവതി എന്ത് ചെയ്തു? അപ്പോൾ ഒരു തുണി എടുത്തെന്ന് പറഞ്ഞ് രേവതിയുടെ കയ്യിലെ വളയൊന്നും ഊരി പോകാൻ പോകുന്നില്ല, സ്വന്തം വീട്ടിലെ തുണിയാണേലും പറക്കണം. അതുകൊണ്ട് നമ്മുടെ രേവതി നേരെ തുണി എടുക്കാൻ വേണ്ടി പോയി തുണിയൊക്കെ എടുത്തുകൊണ്ട് കൊടുത്തു. അപ്പോൾ അവിടെ ഒരു സാരിക്കാരി എങ്ങാണ്ട് വന്നു. അങ്ങനെ നമ്മുടെ ചന്ദ്ര അവിടെ നിന്ന് സാരിയൊക്കെ മേടിക്കുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് സീൻസൊക്കെ ഉണ്ട് കേട്ടോ. ഒത്തിരി വിശദീകരിച്ച് ഞാൻ പറയുന്നില്ല, അപ്പം ഒത്തിരി വിശദീകരിച്ച് നെക്സ്റ്റ് വീക്ക് പ്രമോയാണല്ലോ, അതുകൊണ്ട് ഡയലോഗ് വിത്ത് ഞാൻ സഹിതം പറയുന്നില്ല, എല്ലാ ദിവസവും ഡയലോഗ് വിത്ത് ഇടുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഇതും കൂടെ നിങ്ങൾ ഇച്ചിരി വലിച്ച് നീട്ടണ്ടല്ലോ എന്ന് ഓർത്താട്ടോ. അപ്പം അങ്ങനെ അവിടെ ഒരു സാരി കച്ചവടക്കാരി വന്നു, സാരി മേടിക്കുന്നു നമ്മുടെ ചന്ദ്ര. അപ്പം ആ പുള്ളിക്കാരി നമ്മുടെ ചന്ദ്രനെ ഒത്തിരി പുകഴ്ത്തുന്നുണ്ട്. അടിപൊളി, ആ സാരി നന്നായിട്ട് മേഡത്തിന് ചേരും എന്നൊക്കെ ചന്ദ്രയോട് പറയാം. അപ്പം ആരെങ്കിലും പുകഴ്ത്താൻ നോക്കി നിൽക്കുക ചന്ദ്രയ്ക്കാണെങ്കിൽ ആ സാരി കണ്ടപ്പോഴത്തേക്ക് ഇവർ പുകഴ്ത്തുകയും കൂടെ ചെയ്തില്ല. അപ്പം പിന്നെ എടുക്കണം, പിന്നെ സാരിയൊക്കെ എടുത്തു. നമ്മുടെ രേവതിക്ക് വേണമെന്ന് ചോദിച്ചപ്പോൾ എനിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞ് രേവതിയുടെ വഴിക്ക് പോവുകയും ചെയ്തു. ഏതായാലും ഈ ഒരു സമയത്ത് നമ്മുടെ ഭാമയുടെ അടുത്ത് ചന്ദ്ര പറയാണ്, എടി ഭാമേ, നീ ഒരു കാര്യം ചെയ്യുക, ഞാൻ തന്നെ 2 ലക്ഷം രൂപയില്ലേ, അത് നീ എടുത്തോണ്ട് വാ, ഇന്ന് എനിക്കത് കൊണ്ടുപോകണമെന്ന് പറയാം. അപ്പോൾ ഓക്കെ, അതിനിപ്പോൾ എന്താ, 2 ലക്ഷം രൂപ ഞാൻ എടുത്തോണ്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഭാമ നേരെ 2 ലക്ഷം രൂപ എടുക്കാനായിട്ട് അലമാരയിൽ ചെന്നപ്പം ആട് കടന്നെടുത്ത് കൂടെ ഇല്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയായിപ്പോയി. അവിടെ 2 ലക്ഷവും ഇല്ല, ഒന്നുമില്ല. എൻ്റെ പൊന്നോ, ഭാമ പേടിച്ച് വേർച്ചു. എൻ്റെ പൊന്ന് ചന്ദ്രേന്നും പറഞ്ഞൊരു വിളി വിളിച്ചതും ആ വിളി കേട്ടപ്പോൾ തന്നെ ഓടിയെത്തി നമ്മുടെ ചന്ദ്ര. എന്നിട്ട് പറഞ്ഞു, എൻ്റെ പൊന്നു ചന്ദ്രേ, എടി ഇവിടെ പൈസ കാണുന്നില്ലടി, നിന്റെ 2 ലക്ഷം രൂപ. നീ എന്താ ഭാമ ഈ പറയുന്നത്, നിന്നെയല്ലേ ഞാൻ ഈ പൈസയൊക്കെ ഏൽപ്പിച്ചത്? എൻ്റെ പൊന്നു ചന്ദ്രയെ കാണുന്നില്ലടി, അതെവിടെ പോകാനാ, ഇവിടെ ആരും വരത്തില്ലല്ലോ. ആരും വരത്തില്ല, ഞാൻ നിന്നോട് പറഞ്ഞത് ഇത് സൂക്ഷിക്കണമെന്ന്. എനിക്കറിയില്ല എൻ്റെ പൊന്നു ചന്ദ്ര, എൻ്റെ വീട്ടിൽ ആര് വന്ന് കയറാനാ, ഇവിടെ അങ്ങനെ ആരും വരത്തില്ലെന്ന് പറഞ്ഞപ്പം, എടി ഇന്ന് രേവതി വന്നില്ലേ, അവള് വന്നില്ലേ, അവള് വന്നത് എന്തിനാണെന്ന് അറിയാമോ? എനിക്ക് ഇപ്പോഴല്ലേ പിടികിട്ടിയത്. അവള് മിക്കവാറും ആ പൈസ എടുത്തു കാണും. എന്ത് കണ്ണിച്ചോര ഇല്ലാത്ത വർത്താനം എൻ്റെ പൊന്നു ചന്ദ്രയെ പറയുന്നത്. അവക്കറിയാമോ ഇവിടെ 2 ലക്ഷം രൂപ ഇരിപ്പുണ്ടെന്ന്? അവക്കറിയത്തില്ല. പക്ഷെ അവൾ ആരാ? അവളുടെ കുടുംബക്കാർ മൊത്തം കള്ളനല്ലേ. ഇത് അവള് തന്നെ എടുത്തോന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് തർക്കം.
ഏതായാലും നമ്മുടെ ഭാമ പറഞ്ഞു നീ വേറെ പണി നോക്ക് എന്നൊക്കെ പറഞ്ഞു. ഏതായാലും ചന്ദ്രയ്ക്ക് 2 ലക്ഷം പോയിന്റെ സങ്കടം. അതിൻ്റെ ഭാമ പറയുകയും ചെയ്തു, ആൾക്കാരെ പറ്റിച്ചുണ്ടാക്കുന്ന പൈസ ഒന്നും നിലനിൽക്കത്തില്ല എൻ്റെ ചന്ദ്രയെന്ന്. ഇതൂടെ ചന്ദ്ര കേട്ടു. ഏതായാലും ചന്ദ്ര ഇതൊക്കെ കേട്ടിട്ട് വീട്ടിൽ പോയി. പക്ഷെ ഭാമയോട് പറഞ്ഞു ഞാൻ വീട്ടിൽ ചെന്നോണ്ട് നീ ഒന്ന് വിളിച്ചേക്കണമെന്ന്. നമ്മുടെ ചന്ദ്രയ്ക്ക് പറയാൻ പറ്റില്ല ഈ 2 ലക്ഷം രൂപ കാണാതെ പോയ കാര്യം. ആർക്കും ഈ 2 ലക്ഷം രൂപയുടെ കഥ അറിയത്തില്ലേ. അപ്പൊ അതുകൊണ്ട് വീട്ടിൽ ചെന്നിരുന്നു. വീട്ടിൽ ചെന്നിരിക്കുന്ന സമയത്ത് നമ്മുടെ സച്ചി ഉണ്ടായിരുന്നു, രവീന്ദ്രൻ ഉണ്ടായിരുന്നു, രേവതി ഉണ്ടായിരുന്നു, ശ്രുതിയും പക്ഷേ ശ്രീകാന്തൊക്കെ ഉണ്ടായിരുന്ന ഒരു സമയം. ഈ ഒരു സമയത്ത് ഭാമ വിളിച്ചു. ഭാമ വിളിച്ചിട്ട് ഹലോ ഭാമേ, അയ്യോ എന്താടി നിന്റെ പൈസ പോയെന്നോ? ഇങ്ങനെയൊക്കെ നമ്മുടെ ചന്ദ്ര ചോദിച്ചപ്പോഴത്തേക്കും ഭാമ നീ എന്താടി എന്നെ വിളിക്കാനൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അപ്പൊ മറുസൈഡിൽ ചന്ദ്ര അയ്യോ 2 ലക്ഷം രൂപ പോയെന്നോ? അത് ആരെടുക്കാനാ? അവള് വന്നപ്പോഴോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ഭാമയ്ക്കാണ് ഇത് തീരെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ഭാമ പറഞ്ഞു നീ എന്തൊക്കെയാണ് ചന്ദ്രൻ വിളിച്ചു പറയുന്നത്? ഏതായാലും ഞാൻ ചോദിക്കാം പറയാന്നൊക്കെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. ഫോൺ കട്ട് ചെയ്തപ്പോഴത്തേക്ക് രവീന്ദ്രൻ ചോദിച്ചു എന്താ ചന്ദ്രേ കാര്യം? അത് പിന്നെ ഭാമയുടെ വീട്ടിൽ നിന്ന് 2 ലക്ഷം രൂപ കാണാതെ പോയി. ആരാ എടുത്തതെന്ന് അറിയാമോ? ഈ രേവതി. ഇത് കേട്ടെന്ന് നമ്മുടെ രേവതി 2 ലക്ഷം രൂപ ഞാൻ എടുത്തെന്നു. എന്താ അമ്മ ഈ പറയുന്നത്? പിന്നെ നീ എടുക്കാതെ ഭാമ അങ്ങനെ പറയില്ലല്ലോ. ആര്? ഭാമി ആന്റി പറഞ്ഞെന്നോ? ഇല്ല, ഞാൻ 2 ലക്ഷം രൂപയൊന്നും എടുത്തിട്ടില്ല, എനിക്കതിന്റെ ആവശ്യമില്ല. പിന്നെ നിന്റെ ആങ്ങളെ എൻ്റെ കയ്യിൽ നിന്ന് 1 ലക്ഷം മോഷ്ടിച്ചോണ്ട് പോയി. കുടുംബത്തോടെ കള്ളനും കള്ളിയൊക്കെ അല്ലേടി നിങ്ങൾ? ഇതിന്റെയൊക്കെ വലിയ കാര്യമുണ്ടോ? 2 ലക്ഷം രൂപ അങ്ങ് കൊടുത്തേരെ, നാണമില്ല നിനക്കെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അമ്മേ 2 ലക്ഷം രൂപ ഞാൻ എടുത്തെങ്കിലല്ലേ കൊടുക്കാൻ പറ്റത്തുള്ളൂ, ഞാൻ എടുത്തിട്ടില്ല, അപ്പൊ എനിക്ക് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പൊ നമ്മുടെ സച്ചി ചാടിയിട്ടോ ചന്ദ്രയോട് പറഞ്ഞു എന്താ അമ്മ ഇത്, അമ്മയ്ക്ക് എന്നാത്തിന്റെ സൂക്കേടാ ഇത്? എല്ലാം രേവതിയുടെ തലമണ്ടയെ കൊണ്ട് തൊട്ടടുത്ത വീട്ടിലും ഇനിയിപ്പോൾ തൊട്ടടുത്ത രാജ്യത്തിലും എന്തെങ്കിലും നടന്നാൽ അത് രേവതിയുടെ തലയെ കൊണ്ട് വെക്കൂല്ലോ എന്നൊക്കെ പറഞ്ഞു. ഏതായാലും ശ്രുതിയില്ല ഇതെല്ലാം കേട്ടിട്ട് അയ്യോ രക്ഷപ്പെട്ടു, രേവതിയുടെ തലയിലല്ലേ, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലോ എന്ന് പറഞ്ഞ് നിപ്പുണ്ട്. ഏതായാലും നമ്മുടെ ഭാമ പറഞ്ഞല്ലോ ചന്ദ്ര നിന്റെ മരുമകളാണ് എടുത്തതെന്ന്. ഭാമ അങ്ങനെ പറഞ്ഞിട്ടില്ല, ചന്ദ്ര അത് പറഞ്ഞ കേട്ടോ. അപ്പൊ ഇത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ സച്ചിക്ക് ഭയങ്കര സങ്കടമായി പോയി. കാരണം ഭാമ അങ്ങനെ പറയുന്ന ഒരാളല്ല, പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചോദിക്കണമല്ലോ. ഭാമേനെ ഒരു നിലയിലും വിലയിലും ഒക്കെ തന്നെയാണ് ഈ സച്ചി കാണുന്നത്. കാരണം ഭാമ അത്യാവശ്യം എന്താ പറയാ എല്ലാവരോടും സ്നേഹമുള്ളൊരു, ചന്ദ്രയുടെ കൂട്ടുകാരിയാണെങ്കിലും സ്നേഹമുള്ള ഒരാൾ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ രേവതിയുടെ സങ്കടവും കരച്ചിലും പറച്ചിലും ഒക്കെ. അപ്പൊ അതുകൊണ്ട് നേരെ സച്ചി വിട്ടടിച്ചു പോവുകയാണ് ആരുടെ അടുത്തേക്ക്? ഭാമയുടെ അടുത്തേക്ക്. അങ്ങനെ ഭാമയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു ആന്റി ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല, എന്തിനാ വെറുതെ രേവതിനെ പഴിക്കുന്നത്? അവൾ എന്ത് തെറ്റാ ചെയ്തത്? ആ പൈസ രേവതി എടുത്തുനിന്ന് എന്തിനാ ആന്റി പറഞ്ഞു? ആന്റീനെ ഞാൻ എൻ്റെ സ്വന്തം അമ്മയേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നുണ്ട്, അതുപോലെ എൻ്റെ അമ്മ എന്നെ സ്നേഹിക്കുന്നേക്കാൾ കൂടുതൽ ആന്റി എന്നെ സ്നേഹിക്കുന്നുണ്ട്. ഒരമ്മയുടെ സ്നേഹമൊക്കെ ഞാൻ ആന്റിയുടെ കയ്യിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. എങ്കിലും ആന്റിയുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരിക്കലും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചില്ല, രേവതി പോലും പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞപ്പം അയ്യോ മോനെ അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അല്ല ആന്റിയുടെ പൈസയല്ലേ അത് 2 ലക്ഷം രൂപ, അപ്പൊ പിന്നെ കാണാതെ പോയതോ? അത് പിന്നെ മോനെ അത് എൻ്റെ പൈസയല്ല, അത് ചന്ദ്രയുടെ പൈസയാന്ന്. ചന്ദ്രയുടെ പൈസയോ? അമ്മയുടെ പൈസയോ? അതേന്നേ, അത് നിന്റെ അമ്മയുടെ പൈസയാ. അതെവിടെന്നാ? അത് പിന്നെ ഡാൻസോ? എന്ത് ഡാൻസ്? വെറുതെ നുണ പറയരുത് കേട്ടോ ആന്റി, ഡാൻസും കോപ്പും ഒന്നും ഇവിടെ ഇല്ലെന്ന് എനിക്കറിയാം. ഒരു ഈച്ച പോലും വരാത്ത സ്ഥലത്താ ഡാൻസിന് വരുന്ന ഒരു 2 ലക്ഷം രൂപ തരുന്നത്. സത്യം പറ, ഇത് ശരത്തിന്റെ വക്കീൽ കൊടുത്ത പൈസയല്ലേ എന്ന്? പൊളിഞ്ഞില്ലേ നമ്മുടെ ഭാമ അതങ്ങ് സമ്മതിക്കുകയും ചെയ്തു. അയ്യോ സച്ചിക്ക് വന്ന കലി ഒന്ന് ഓർത്തു നോക്കണേ, എത്ര നെട്ടോട്ട് ഓടി ആ പൈസയ്ക്ക് വേണ്ടി, സ്വന്തം തള്ളയ്ക്ക് കൊടുക്കാൻ വേണ്ടിയാണ്. നമ്മുടെ ചന്ദ്രയ്ക്ക് ഇത് കൊടുക്കാനാണെന്ന് അറിയുമായിരുന്നു, ഓടേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. ചന്ദ്രയുടെ കരഞ്ഞ് കാല് പിടിച്ച് അവർ ഒപ്പിട്ട് തരാന്. എന്നിട്ട് ചന്ദ്ര ഒപ്പിട്ട് കൊടുത്തില്ല. പൈസ വക്കീൽ കൊടുത്തപ്പോൾ ഒപ്പിട്ട് കൊടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ടേ നമ്മുടെ സച്ചി സഹിക്കുവോ? ചെന്നില്ലേ സച്ചി. ആദ്യം സച്ചി കുറെ ഡ്രാമ കളിച്ചു വീട്ടിൽ ചെന്ന്. രേവതി തന്നെയാണ് പൈസ എടുത്തതെന്നൊക്കെ പറഞ്ഞ് പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് ഡ്രാമയൊക്കെ കളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പതിയെ അങ്ങോട്ട് സ്വഭാവം മാറ്റാൻ തുടങ്ങി. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി എടുത്തിട്ടു, ഇത് വേറെ ആരുമല്ല, ഇത് അമ്മയുടെ പൈസ തന്നെയാണ്. അമ്മ എന്നെ കഷ്ടപ്പെടുത്തി ഈ പൈസയ്ക്ക് വേണ്ടിയിട്ട്. നിങ്ങളൊരു മനുഷ്യ സ്ത്രീയാണോ? നിങ്ങൾക്കൊരു ഒപ്പിട്ട് തന്നാൽ പോരുന്നു, കുടുംബത്തിൽ ഇരിക്കുന്നവരെ തന്നെ വട്ട് കളിപ്പിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു. രവീന്ദ്രൻ കയറി ഇടപെട്ട് രവീന്ദ്രൻ പറഞ്ഞു 5 ലക്ഷം രൂപ അല്ലെങ്കിൽ ആ 2 ലക്ഷം രൂപ നീ സച്ചിക്ക് ഉണ്ടാക്കി കൊടുക്കണം, രേവതിക്ക് ഉണ്ടാക്കി കൊടുക്കണം. സച്ചിക്കല്ല രേവതിക്ക് ഉണ്ടാക്കി കൊടുക്കണം. ആ 2 ലക്ഷം രൂപ നീ രേവതിക്ക് ഉണ്ടാക്കി കൊടുത്തിരിക്കണം. അങ്ങനെയാണെങ്കിൽ നിന്നെ പെണ്ണെന്ന് വിളിക്കാം, നീ ചന്ദ്രയാകൂടിയ, അല്ലെങ്കിൽ നീ രേവതിക്ക് കടമുള്ളവളായിട്ടെന്ന് നീ നിൽക്കുന്ന. ചന്ദ്രയ്ക്ക് ആത്മാഭിമാനം ഉണ്ടല്ലോ. അങ്ങനെ നമ്മുടെ ചന്ദ്ര ഇനി ഇരക്കുകയാണ്. ഏതായാലും ഇരക്കുന്നത് വേറെ ആരോടും അല്ല, ശ്രുതിയോടാ. ശ്രുതിയുടെ കയ്യിൽ 5 പൈസയില്ല. ശ്രുതിയോട് എന്ന് പൈസ ചോദിക്കാം. ശ്രുതിയോട് എന്ന് പൈസ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രുതി കൈമലത്തി കാണിച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിയുടെ കയ്യിൽ നിന്ന് പൈസ തട്ടിക്കാൻ വേണ്ടി അടുത്ത അടവ് വേറൊന്നുമല്ല,
എന്നാ പിന്നെ നിന്റെ അച്ഛനെ ജയിലിൽ പോയി നമുക്കൊന്ന് കണ്ടേക്കാം. ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും ശ്രുതി പൈസ എങ്ങനെയും ഒപ്പിച്ചു കൊടുക്കൂലോ. ലാസ്റ്റ് ഈ 2 ലക്ഷം രൂപ ശ്രുതി തന്നെ ഉണ്ടാക്കി കൊടുക്കേണ്ട ഒരു അവസ്ഥ വരും. ഇതാണ് പറയുന്നത്, അവനവനും ചെയ്യുന്നതിന്റെ ഫലം അവനവൻ തന്നെ അനുഭവിക്കും. പണ്ടൊക്കെ പിന്നെ ആയിരുന്നു, ഇപ്പോൾ ഓൺ ദ സ്പോട്ടിൽ. അപ്പൊ കാത്തിരുന്ന് തന്നെ കാണാം. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക കേട്ടോ. അപ്പൊ അടിപൊളി വിശേഷമാണ് ഓരോ ദിവസവും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. മിസ് ചെയ്ത് കളയില്ല. എല്ലാ ദിവസവും രാവിലെ നമ്മൾ വിശേഷം ഇടുന്നുണ്ട്, ഫുൾ വിശേഷം ഇടുന്നുണ്ട്, വൈകിട്ട് പ്രമോ വിശേഷം ഇടുന്നുണ്ട്. അതുപോലെ നമ്മുടെ അലീനയുടെ കഥ നെക്സ്റ്റ് വീക്ക് പ്രമോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതും കൂടെ പോയി റിയൽ സ്റ്റോറിയിൽ ഒന്ന് കണ്ടു നോക്കിയാൽ. അപ്പൊ ടാറ്റാ ബൈ ബൈ.